ഇത്തവണത്തെ ക്രിസ്മസിന് നമുക്ക് കടയിൽ നിന്നൊന്നും കേക്ക് വാങ്ങാണ്ട് വീട്ടിൽ തന്നെ, അതും ഓവനൊന്നും ഇല്ലാണ്ട് ഒരു അടിപൊളി പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിൽ 1/2 കപ്പ് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം. നമുക്ക് ബാക്കി 1/2 കപ്പ് പഞ്ചസാര നമ്മൾ മാറ്റി വയ്ക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് ചെറുതായിട്ടൊന്ന് മെൽറ്റാവും. ആ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായി മെൽറ്റാക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ വരുന്ന കൊമ്മളകൾ കണ്ടോ, അത് ഇതുപോലെ ഫുള്ളാവണ സമയത്ത് അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് പച്ചവെള്ളം കേട്ടോ ഉപയോഗിക്കുന്നത്, അത് കുറച്ച് ഇട്ട് കൊടുക്കുക. മുഖമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഇത് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വരാൻ, മുഖത്തൊക്കെ വീഴാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഫേസ് മാറ്റി വയ്ക്കാൻ പറയുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിന് ഏറ്റവും കൂടുതൽ കറുത്ത മുന്തിരി തന്നെയാട്ടോ വേണ്ടത്. അത് കുറച്ചേറെ ഇട്ട് കൊടുക്കുക. ക്യാഷ്യൂ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. പച്ചമുന്തിരി അതുണ്ടെങ്കിൽ, ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അത് ഓവർ ആവരുത് കേട്ടോ, ട്യൂട്ടി ഫ്രൂട്ടി. ഇനി കിവിയുടെ അതും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. അതിൻ്റെ ഉള്ളിലെ വെളുത്ത ഭാഗങ്ങളില്ലേ, അതൊക്കെ നന്നായിട്ട് ക്ലീനാക്കിയ ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയ ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് അതും കുറച്ച് ഇട്ട് കൊടുക്കുക. ഒരു 1/4 സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം. 1/4 to 1/2 ആ ഒരു റേഞ്ചിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഉണക്കമുന്തിരിയാണ്, അത് കറുത്ത കളറുള്ളത്. ബാക്കിയുള്ളതൊക്കെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ അധികം ഇട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കണം. കാരണം ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ഒത്തിരി ഓവറായിട്ട് ഇട്ട് കൊടുക്കണ്ട. ഇനി ഇതുപോലെ നന്നായി തലയൊക്കെ വന്ന് വറ്റി വരുമ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ബാലൻസ് വെച്ചിരിക്കുന്ന പഞ്ചസാരയില്ലേ, അതിട്ട് കൊടുക്കാം. ഇതൊരു ജാതിക്കയുടെ കുരുവാണ്. ജാതിക്കയുടെ കുരു ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തൊരു കുരുവുണ്ട്. അതും പൊട്ടിച്ച ഒരു ചെറിയ കഷ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത്. ചെറിയ കഷ്ണമാണ്. ഒരുപാടായിക്കഴിഞ്ഞാൽ ഇത് കഴിക്കാനും ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോട്ടോ. അല്ലെങ്കിൽ ഇത് പൊടിച്ചിട്ട് ഇതിൻ്റെ കാൽ സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. ഇത് ചെറിയൊരു കഷ്ണം കേട്ടോ. ഈ ക്യാമറയിൽ എത്ര കിട്ടുന്നതെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഗ്രാമ്പു 4 അല്ലെങ്കിൽ 5 വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഗ്രാമ്പൂവും ജാതിക്കയുടെ കുരുവും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ രണ്ടും 1/4 സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് 2 എഗ്ഗും വാനില എസൻസ് 3/4 സ്പൂണോളം ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊരു കുറച്ച് നേരം നല്ല രീതിയിൽ സ്പീഡിൽ അടിച്ചെടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയൊക്കെ ഇല്ലേ, അതും ഇതിനകത്തോട്ടിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത കപ്പിൽ തന്നെ 1/2 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, അതും അതുപോലെ അടിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1.25 കപ്പ് മൈദയാണ് നമുക്ക് വേണ്ടത്, അതിട്ട് കൊടുക്കാം. 1 സ്പൂണോളം ബേക്കിംഗ് പൗഡർ. ഇനി വേണ്ടത് 1 സ്പൂണോളം തന്നെ ബേക്കിംഗ് സോഡ വേണം, അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇത് നല്ലതായിട്ട് സോഫ്റ്റ് ആവാനൊക്കെ ഇതുപോലെ പൊടിച്ചെടുക്കുന്നത് നമുക്ക് നന്നായി കിട്ടും കേട്ടോ. ഇനി കുറച്ച് കാഷ്യൂം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് ആ പാൻ നന്നായിട്ട് തണുത്ത ശേഷം മാത്രം നമ്മൾ എഗ്ഗൊക്കെ നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഇതാക്കിയിട്ടില്ലേ, മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തത്, അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആദ്യം ചെറിയൊരു ടൈറ്റായിട്ട് തന്നെയായിട്ട് ഇരിക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയ ശേഷം മൈദ എടുത്ത് വെച്ചേക്കുന്ന അതിൻ്റെ പകുതി പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പ്ലം കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേഷ്യോ എന്തെങ്കിലും മെഷർമെൻറ്റ് കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് രീതിയിൽ ചെയ്തെടുക്കാൻ ശ്രമിക്കണം. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ബാലൻസ് ഉള്ള പൊടിയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ളൊരു ക്യാരറ്റ് കേക്കാണ്. ട്രൈ ചെയ്യാനും ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ക്യാരറ്റ് കേക്കാണ് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരുപാട് ലൂസ് ആവുകയും ചെയ്ത് ഭയങ്കര ടൈറ്റും ആവരുത്, ചെറിയ രീതിയിൽ ടൈറ്റ് ആവുന്ന രീതിയിലാക്കി എടുക്കാം. ഇനി ട്രേയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തുനിന്ന് തൂത്ത് കൊടുക്കണം കേട്ടോ.
അതിനുശേഷം ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലാത്തവർ മൈദയുടെ പൊടി ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഒരു 1/4 to 1/2 ആ ഒരു റേഞ്ചിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തട്ടി കൊടുക്കണം. ഇതിൻ്റെ ബബിൾസൊക്കെ പോകുന്ന രീതിയിൽ നല്ല രീതിയിൽ തട്ടി കൊടുക്കുക. ഇനി ഒരു ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് ക്യാഷും അവിടെ ഇവിടെയൊക്കെ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നല്ല അടി കട്ടിയുള്ളതും നല്ല കുഴിവുള്ള ഒരു പാത്രം എടുക്കണം. ഞാൻ ഉരുളിയാണ് എടുക്കുന്നത്. ഇത് ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 10 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയ ശേഷം ഇതുപോലൊരു സാധനം വെച്ചതിന് എന്താണ് നമ്മുടെ കയ്യിലുള്ള അത് ഒന്ന് വെക്കുക. അതിന് ശേഷം നമ്മൾ ട്രേ വെച്ച് കൊടുക്കുക. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ആ സമയത്ത് നമ്മുടെ കേക്ക് ഇതുപോലെയാവും. അതിന് ശേഷം ഒരു 35-40 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് എന്നിട്ട് സെൻറ്റർ ഭാഗത്ത് തന്നെ ഒരു 5-6 സ്ഥലത്ത് നമ്മളൊന്ന് കുത്തി നോക്കുക. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ടൂത്ത് പിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കേക്ക് വെന്തെന്നും, അതുപോലെ ഈ ടൂത്ത് പിക്കിൽ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ കേക്ക് നന്നായി വെന്തിട്ടില്ല എന്നുമാണ്. അപ്പം കുറച്ച് നേരം കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാൻ ശ്രമിക്കണം. ഇനി നന്നായിട്ട് തണുത്ത ശേഷം ഇതുപോലെ നമുക്ക് ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്തിട്ട് കേക്ക് നമുക്ക് എടുക്കാം. കേക്കൊക്കെ സാധാരണ ഞാൻ പിറ്റേ ദിവസമാണ് റിമൂവ് ചെയ്തെടുക്കുക. ഇനി പിറ്റേ ദിവസം ഞാൻ ഇതുപോലെ നന്നായി തണുത്ത ശേഷം സൈഡെല്ലാം ഇങ്ങനെ വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ പൊക്കിയെടുത്താൽ മതി. ഇതിൻ്റെ പുറത്ത് നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടല്ലോ, ഇനി നന്നായിട്ട് കട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നല്ല തിക്കായിട്ടുള്ള എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.